ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നു സുപ്രീം കോടതി. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഹർജി തള്ളിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. സുപ്രീം കോടതി അല്പസമയം മുൻപാണ് ഈ ഹർജി പരിഗണിക്കാൻ തുടങ്ങിയത്. ആഗോള അയ്യപ്പ സംഗമം മറ്റെവിടെയെങ്കിലും കൊള്ളട്ടെ, അത് പമ്പയിൽ പാടില്ല എന്ന തരത്തിലേക്ക് ഉള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി വിധിയിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഹൈക്കോടതി ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ടല്ലോ, ഇതിൽ തൽക്കാലം ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഹർജിക്കാരൻ പറഞ്ഞത് ഈ വിഷയത്തിൽ എങ്ങനെയാണ് തീരുമാനം കൈക്കൊണ്ടത് എന്നത് പറയുന്നു. ഒപ്പം പരിപാടി ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിക്കോട്ടെ, പമ്പയിൽ വേണമെന്ന് നിർബന്ധം പിടിക്കരുത് എന്ന് ഹർജിക്കാരൻ പറഞ്ഞിരുന്നു. ഒപ്പം ഹൈക്കോടതിയിലെ മുൻവിധികൾ ഹർജിക്കാർ വായിക്കുകയും ചെയ്തു. നിർമ്മാണം തീർത്ഥാടകർക്ക് യാത്രാ തടസ്സമുണ്ടാക്കുന്നു, ചില കാര്യങ്ങൾ ഒക്കെ ചൂണ്ടിക്കാണിച്ച് തന്നെയായിരുന്നു വാദം ഇന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ നടത്തിയത്. പക്ഷേ ഹൈക്കോടതി ഉത്തരവിന്മേൽ ഇടപെടാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നേരത്തെ ചില നിബന്ധനകളോടെ ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമത്തിന് അനുമതി നൽകിയിട്ടുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടിപ്പോൾ വന്നിരിക്കുന്നു. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഹൈക്കോടതി ഉത്തരവിൽ തൽക്കാലം ഇടപെടുന്നില്ല, കോടതി ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ, അതിലപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്നുള്ളതാണോ സുപ്രീം കോടതി ഇന്ന് മുന്നോട്ട് വച്ചത്? അങ്ങനെ തന്നെയാണ് അനുജ. ഈ 2022 ഈ ഹൈക്കോടതിയുടെ ഒരു വിധി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഹർജിക്കാർ പ്രധാനമായിട്ടും വാദം ഉന്നയിച്ചത്. അന്ന് ഈ പമ്പാ നദിക്കരയിൽ ഒരു ഭജന നടത്താനായിട്ട് അനുമതി ചോദിച്ചപ്പോൾ സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. മാത്രമല്ല, അന്ന് ഹർജിക്കാർ ഹൈക്കോടതി പോയിരുന്നു. സർക്കാർ അതിനെ എതിർത്തുകൊണ്ട് ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി സർക്കാരിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അനുമതി നൽകേണ്ട എന്ന് പറയുകയും ഡിവിഷൻ ബെഞ്ച് അന്ന് ഈ പമ്പാ നദിക്കരയിൽ ഈ പരിപാടി നടത്താൻ അനുമതി നൽകാതിരിക്കുകയും ചെയ്തു. തുടർന്ന് ഈ വാദങ്ങളായിരിക്കും അന്നത്തെ ഈ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നും ഹർജിക്കാർ സുപ്രീം കോടതിയിൽ വാദം നടത്തിയത്. അന്നത്തെ ആ ഡിവിഷൻ ബെഞ്ച് ഈ പരിപാടിക്ക് അനുമതി നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പരിപാടി നടത്താൻ അനുമതി നൽകിയിരുന്നു. പക്ഷേ കേരളത്തിന് വേണ്ടി ദേവസ്വം ബോർഡിന് വേണ്ടിയും ഒക്കെ വാദിച്ചത് ഈ അന്ന് ഹൈക്കോടതി നിബന്ധനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ നിബന്ധനകളോടെയാണ് ഈ പരിപാടി നടത്തുന്നത് എന്നാണ് ഹർജിക്കാർ എതിർഭാഗം വാദിച്ചത്. മാത്രമല്ല, ഈ തീർത്ഥാടകർക്ക് തടസ്സമുണ്ടാക്കുന്നു തുടങ്ങിയ വാദങ്ങൾ ഈ ഹർജിക്കാർ ആരോപിച്ചിരുന്നു. ഈ തീർത്ഥാടകർക്ക് ശൗചാലയം ഉപയോഗിക്കാൻ പോലും തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് അവിടെ നിർമ്മിതികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പരിപാടി നടത്താനുള്ള തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡ് മീറ്റിംഗിലല്ല, പകരം സർക്കാരിന്റെ അവലോകന യോഗത്തിലാണ്. ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണെന്നാണ് ഹർജിക്കാർ വാദിച്ചത്. വേണമെങ്കിൽ പരിപാടി ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ നടത്തിക്കോട്ടെ, പമ്പ നദിക്കരയിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ അനുവദിക്കരുത് തുടങ്ങിയ വാദങ്ങളായിരുന്നു ഹർജിക്കാർ ഉന്നയിച്ചത്. ഹൈക്കോടതിയുടെ മുൻവിധികൾ വായിച്ചുകൊണ്ട് കൂടിയാണ് ഈ ഒരു വാദം പ്രധാനമായിട്ടും ഉന്നയിച്ചത്. പക്ഷേ നിർമ്മാണം തീർത്ഥാടകർക്ക് യാത്രാ തടസ്സം ഉണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഹൈക്കോടതി വിധിയിൽ നിലവിൽ സുപ്രീം കോടതി ഇടപെടുന്നില്ല എന്ന് മാത്രമാണ് ആ കോടതി ചീഫ് ജസ്റ്റിസ് പി എസ് നരസിംഹ ഒപ്പം തന്നെ ചന്ദുർക്കർ അടക്കമുള്ള ജസ്റ്റിസുമാർ പറഞ്ഞത്. ഹൈക്കോടതി ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ടല്ലോ, നിലവിൽ ഹൈക്കോടതിയുടെ വിധിയിൽ ഇടപെടുന്നില്ല. ഇടക്കാല ഉത്തരവിൽ ഇടപെടാതെ ആ ഹർജി തള്ളുകയാണ് നിലവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഹൈക്കോടതി അന്ന് ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിരുന്നു. സുതാര്യമായിരിക്കണം, ഇതിന്റെ കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുതാര്യതയുണ്ടാകണം, ഭക്തർക്ക് പ്രശ്നമുണ്ടാകരുത്, ബുദ്ധിമുട്ടുണ്ടാകരുത് തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവിടെ ഹർജിക്കാർ ഇതിൽ യാത്രക്കാർക്ക് പ്രശ്നമുണ്ടാകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണമെങ്കിൽ ഈ പരിപാടി നടത്തട്ടെ, പരിപാടിക്കെതിരല്ല, പക്ഷെ പമ്പയിൽ വെച്ച് നടത്തരുത്, ആ നിർബന്ധം പിടിക്കരുത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ പക്ഷേ അതിലേക്കൊന്നും ആഴത്തിൽ പോകാൻ സുപ്രീം കോടതി തയ്യാറായില്ല, അല്ലേ? തീർച്ചയായിട്ടും അനുജ, അങ്ങനെയാണ്. ഈ പമ്പയിൽ യാത്രക്കാർക്ക് അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ ഊന്നിയാണ് ഈ ഹർജിക്കാർ പ്രധാനമായിട്ടും വാദം ഉന്നയിച്ചത്. അവിടെ പരിപാടി നടത്തിക്കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പരിപാടി, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ പമ്പാ നദിക്കരയിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയ വാദങ്ങളായിരുന്നു ഹർജിക്കാർ ഉന്നയിച്ചത്. മാത്രമല്ല, തീർത്ഥാടകർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് അവർക്കൊരു പരിപാടി നടത്താമല്ലോ, ദേവസ്വം ബോർഡിന്റെ മീറ്റിംഗിലല്ല ഈ പരിപാടി ഈ കാര്യങ്ങൾ തീരുമാനിച്ചത്, മറിച്ച് സർക്കാരിന്റെ അവലോകന യോഗത്തിലാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി പമ്പയുടെ നദീതീരത്ത് നടത്താൻ അനുവദിക്കരുത് തുടങ്ങിയ വാദങ്ങളായിരുന്നു ഉന്നയിച്ചത്. പക്ഷേ കോടതി പറഞ്ഞത് ഇതിലെല്ലാം ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ടല്ലോ, ഹൈക്കോടതി ഇതിൽ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.